ഇന്ന് തലവേദന വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഒ പി ഡിയിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ പല നമ്മുടെ പേഷ്യൻസും എനിക്ക് സൈനസ് തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ സൈനസ് തലവേദന എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ടോ? അതോ തലവേദന എന്തെല്ലാം തരത്തിലുണ്ട്? എപ്പോഴാണ് തലവേദന, എന്ത് തരത്തിലുള്ള തലവേദനയോട് ആണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തലവേദന എന്ന് പറയുന്നത് നമ്മൾ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ്, രണ്ടാമത്തത് സെക്കൻഡറി ഹെഡേക്ക് ഡിസോർഡേഴ്സ്. അപ്പോൾ ഇതിൽ പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സാണ് നമ്മൾ സാധാരണ വളരെയധികം കണ്ടുവരുന്ന തലവേദനകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സച്ചസ് ഇപ്പോൾ മൈഗ്രെയിൻ, അല്ലെങ്കിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, അല്ലെങ്കിൽ ട്രൈജെമിനൽ ഓട്ടോണോമിക് സെഫലാൽജിയാസ് എന്ന് പറഞ്ഞ ഒരു തലവേദനയുടെ ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിലാണ് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് മുതലായ തലവേദനകൾ വരുന്നത്. ഇതൊക്കെയാണ് പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ്. ഇവയെ പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് എന്ന് പറയാനുള്ള കാരണം, നമ്മളിതിലിപ്പോൾ MRI കൊണ്ടോ EEG കൊണ്ടോ അതിൽ പ്രത്യേകിച്ച് ഡയഗ്നോസിസ് എത്താൻ കഴിയില്ല. കാരണം അതിൽ അബ്നോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അത് പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി, അതായത് തലവേദനയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ബാക്കിയുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിലൊരു ഡയഗ്നോസിസ് എത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ MRIയിലോ EEGയിലോ ബാക്കി ബ്ലഡ് ടെസ്റ്റിലോ ഒന്നും തകരാറ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരാനുള്ള കാരണം കൂടുതലും ഒരു ഫെമിലിയിലാണ്. അത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ നമ്മുടെ ബോഡിയിലെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാരണമൊക്കെയാണ് ഈ തലവേദന വരുന്നത്. പിന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഹെഡേക്ക് ഡിസോർഡേഴ്സ്. ഈ സെക്കൻഡറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് അതിന് പ്രത്യേകമായിട്ടൊരു അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതുപോലെ തന്നെ സ്കാനിലോ ബാക്കി ബ്ലഡ് ടെസ്റ്റിലോ ഒക്കെ ചില അബ്നോർമാലിറ്റീസ് ഇത്തരം തലവേദനകളിൽ ഉണ്ടാവും. ഇതിൻ്റെ ഈ സെക്കൻഡറി ഹെഡേക്ക് ഡിസോർഡേഴ്സിൻ്റെ കാരണം യൂഷ്വലി നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ തലയൊട്ടിയിൽ ഉള്ള എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പേഷ്യൻസൊക്കെ പറയുന്ന സൈനസ് ഹെഡേക്ക് അതൊരു സെക്കൻഡറി തലവേദനയാണ്, അതൊരു സെക്കൻഡറി ഹെഡേക്ക് ഡിസോർഡറാണ്. അപ്പോൾ ഈ സൈനസ് ഹെഡേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു സൈനസ് ഇൻഫെക്ഷനുള്ള സമയത്തേ വരുള്ളൂ. പനി അല്ലെങ്കിൽ മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് പഴുപ്പ് വരിക, ചുമ, അതിൻ്റെ കൂടെ ഒരു തലവേദന, അതങ്ങനെയാണ് സൈനസ് ഹെഡേക്ക് യൂഷ്വലി വരുന്നത്. ഈ സൈനസസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലുള്ള വായു അറകളാണ്. അതിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സൈനസ് ഹെഡേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള ഈ സൈനസ് ഹെഡേക്സ് വർഷങ്ങളോളം നിൽക്കില്ല. അതായത് 5 വർഷം 10 വർഷമായിട്ട് എനിക്ക് സൈനസ് ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂഷ്വലി ഒരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ ആവാനാണ് സാധ്യത. മൈഗ്രെയിനോ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കോ ട്രൈജെമിനൽ ഓട്ടോണോമിക് സെഫലാൽജിയോ അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസിൽ എത്തണം. പ്രൈമറി ആണോ സെക്കൻഡറി ഹെഡേക്ക് ആണോ, എന്നിട്ടാണ് അതിന് ചികിത്സ നൽകേണ്ടത്. അപ്പോൾ പിന്നെ എപ്പോഴാണ് നമ്മുടെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ അർജൻറ്റായിട്ട് ഡോക്ടറിനെ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ തലവേദന, ഇതുവരെ തലവേദന ഇല്ലാത്ത ഒരാൾ, ഒരു 50 വയസ്സ് വരെയൊക്കെ തലവേദന ഇല്ലായിരുന്നു, പെട്ടെന്നൊരു തലവേദനയായിട്ട് വരും, അത് വിട്ടുമാറാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഡെയിലി തലവേദന വരുന്നു, അങ്ങനെയുള്ളത് കൂടുതൽ ഇവാലുവേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തലവേദനയുടെ കൂടെ പനി, നമുക്കറിയാം പനിയും തലവേദനയും വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ചിലപ്പോൾ അത് ബ്രെയിനിലെ ഇൻഫെക്ഷൻ ആകാം, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം, എൻസെഫലൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് ആകാം. അപ്പോൾ അതിന് അല്ലെങ്കിൽ ഈവൻ സൈനസൈറ്റിസും ആകാം, ഫീവർ, അല്ലാതെ പനി തലവേദനയും സൈനസൈറ്റിസും ആകാം, അങ്ങനെ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷനും ആകാം. പിന്നെ തലവേദനയുടെ കൂടെ നിർത്താതെയുള്ള ഛർദി അല്ലെങ്കിൽ അപസ്മാരം വരിക, അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സൈൻസാണ്. അതിനും കൂടുതൽ ഇവാലുവേഷൻ ആവശ്യമാണ്. പിന്നെ ഇതുവരെ ഇപ്പോൾ ഒരു തലവേദന നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ മൈഗ്രെയിനോ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കോ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, പുള്ളിക്ക് പുതുതായിട്ട് തലവേദനയുടെ ആ ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരിക, നേരത്തെ ഉണ്ടാകാത്ത രീതിയിലുള്ള അതിശക്തമായ തലവേദന വരിക, അല്ലെങ്കിൽ നേരത്തെ വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്ന തലവേദന ഡെയിലി വരിക,
രണ്ട് സൈഡ്, ഒരു സൈഡ് വന്നുകൊണ്ടിരുന്നത് രണ്ട് സൈഡും അല്ലെങ്കിൽ വരിക, അങ്ങനെ ആ ക്യാരക്ടർ ചേഞ്ച് വരുമ്പോഴേക്കും കൂടുതൽ ഇവാലുവേഷൻ ആവശ്യമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ശക്തമായ തലവേദന പെട്ടെന്നൊരു ദിവസം വരികയാണ്. അതിനെയാണ് തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയുക. അത് യൂഷ്വലി തലച്ചോറിലെ ബ്ലീഡിങ് പോലുള്ള സംഗതികളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹെഡേക്ക് വരുമ്പോഴും കൂടുതൽ പരിശോധന ആവശ്യമാണ്. പിന്നെയുള്ളത് തലവേദന പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുക. നമ്മൾ എണീറ്റിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ മാത്രം തലവേദന വരും, റെസ്റ്റ് ചെയ്യുമ്പോൾ കിടക്കുമ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള തലവേദന ചിലപ്പോൾ ബ്രെയിനിനകത്തുള്ള പ്രഷർ കുറയുന്നുണ്ടാവും, അതിനും ഇവാലുവേഷൻ ആവശ്യമാണ്. പിന്നെ കിടക്കുമ്പോൾ ആണ് തലവേദനയുടെ ഇൻറ്റൻസിറ്റി കൂടുന്നത്, ഇല്ലാത്തപ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചമങ്ങലുണ്ട് തലവേദന വരുമ്പോൾ, കണ്ണിന് പുറകിൽ ശക്തമായിട്ടുള്ള വേദനയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വരുമ്പോഴും അടിയന്തരമായിട്ട് തന്നെ ഇവാലുവേഷൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇവാലുവേഷൻ വരുന്ന സംഗതികളിൽ ഉൾപ്പെട്ട വേറൊരു സംഗതിയാണ് സ്ട്രോക്ക്. അതായത് തലവേദനയോട് കൂടെ ഒരു സൈഡ് തളർന്നു പോവുക, അല്ലെങ്കിൽ സംസാരത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സ്വഭാവത്തിനൊക്കെ ചേഞ്ച് വരിക. അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് അത്യാവശ്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരാം. സ്കാന്, ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരാം.